ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ബിപാഷ ബാഷുവിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ വളരെ വലിയ കുസൃതിക്കാരിയാണ് എന്നുള്ളതാണ്. ബിപാഷ, താങ്കൾ പഠിച്ച സ്കൂളിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ ലേഡി റൗഡി എന്നാണ് വിളിക്കുന്നത് കേട്ടു. നിങ്ങളെക്കാളും മുതിർന്ന കുട്ടികളെ ഇട്ട് അടിക്കുമെന്ന് കേട്ടു. അതെ, കറക്റ്റാ. പിന്നെ ഒരു പ്രാവശ്യം എൻക്വയറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആക്ടിങ് ചെയ്തെന്ന് കേട്ടു. അതെ കറക്റ്റാ. പക്ഷേ എനിക്ക് അപ്പം അറിയില്ലായിരുന്നു ഞാൻ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുമെന്ന്. എന്തെന്നാ, ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ആ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത്, എനിക്ക് സെക്കൻഡ് റാങ്ക് വരുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതായത് ഞാൻ എൻ്റെ മാത്സ് എക്സാമിന് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരേ ഒരു റിവാർഡ് മാത്രം ഞാൻ മിസ് ചെയ്യും, ഞാൻ കുറച്ച് ആക്ട് ചെയ്യാം. ഞാനിങ്ങനെ മയങ്ങി വീഴുന്ന പോലെ അഭിനയിച്ചു. അതായത് ഞാനിങ്ങനെ റൈറ്റ് സൈഡ് വെച്ചിട്ട് അതേപോലെ അങ്ങ് മയങ്ങി വീണു. അപ്പോൾ എൻ്റെ അമ്മ വന്നു, ആൻറ്റി വന്നു. അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ല. എല്ലാവരും എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. ആൻഡ് ദേ സ്ട്രെയിറ്റ് ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ. അതുമാത്രമല്ല, അപ്പോൾ അവർ പറഞ്ഞു ഇവൾക്ക് ഇപ്പോൾ തന്നെ അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ പിന്നെ അപ്പം തന്നെ കരയാൻ തുടങ്ങി. ഇല്ല അച്ഛൻ ഇവിടെയൊന്നും ഇല്ല, വേണ്ടാന്ന്. എനിക്ക് വയറുവേദനയൊന്നുമില്ല, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എക്സാം എഴുതാം. ദേ ഡിഡ്ന്റ് ലിസൺ ടു മീ, ദേ ഓപ്പറേറ്റഡ് മീ ദാറ്റ് ഡേ. സോ എനിക്ക് ഇത്ര വലിയൊരു മാർക്കുണ്ട് എൻ്റെ വയറ്റില്. സോ ആ മാർക്ക് ഞാൻ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഹൊറിബിൾ. അതിനുശേഷം ഞാൻ എല്ലാ എക്സാംസും മിസ് ചെയ്തു. പിന്നെ എനിക്ക് സൂചി കാണുമ്പോൾ പേടിയാ. അതുമാത്രമല്ല, ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് പിന്നെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു 15 ദിവസത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. പിന്നെ ഈ കാര്യം ഞാൻ ഒരു 2-3 വർഷം മുന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയടുത്തും പറഞ്ഞത്. അവർ വിശ്വസിച്ചതേയില്ല. അത്രയും വലിയൊരു കള്ളാ പറഞ്ഞത്. നിങ്ങൾ എത്ര വലിയ ആക്ട്രസ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതെ, സോളിഡ് ആക്ട്രസ് മീൻ സ്ട്രെയിറ്റ് ഓപ്പറേഷൻ. ആ സമയത്ത് ഇതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങളുടെ അമ്മ ശരിക്കും ഷോക്കായെന്ന് കേട്ടു. ഒരു 15 വയസ്സുള്ളപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഉള്ളതാണ്. എനിക്കിപ്പോൾ ശരിക്കും ഒരു കാര്യം മാത്രം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ ഭയങ്കര ഡ്രമാറ്റിക്കാണ്. ഫിലിമിലെ അമ്മമാരെ പോലെയാ. നമ്മുടെ കിരൺ ഖേറില്ലേ, ഏകദേശം അതുപോലെ തന്നെയാ, പക്ഷെ ബംഗാളി സ്റ്റൈല്. ഞാൻ അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അമ്മേ ഐ ഫോളൻ ഇൻ ലവ്. ആക്ച്വലി അമ്മ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ മയങ്ങി വീഴുന്ന പോലെ ഒരു ഡ്രാമ ഒക്കെ കാണിച്ചു. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ നാടകമൊന്നും വേണ്ട, എനിക്ക് 2 സൽവാർ സെറ്റ് വേണം. എന്തെന്നാ ആ സമയത്ത് ഞാൻ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് 2 സൽവാർ സെറ്റ് വേണം. എന്തെന്ന് വെച്ചാൽ അവൻ മാർവാടിയാണ്. പിന്നെ അവൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടം ഞാൻ സൽവാർ കുർത്ത ഇടുന്നതാണ്. പിന്നെ ഇന്ന് മുതൽ ഞാൻ വെജിറ്റേറിയനാ. അതിനു മുന്നേ ഞാൻ നോൺ വെജ് എന്ന ഒരു പേപ്പറിൽ എഴുതി വെച്ച പോലെ അത് കഴിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു പെൺകുട്ടിയാ. അതുമാത്രമല്ല, ഞാൻ ഇന്നു മുതൽ വെജിറ്റേറിയൻ ആണ്, സൽവാർ കുർത്ത മാത്രമേ ഇടത്തുള്ളൂ, കല്യാണം കഴിക്കണേ അവനെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. സോ മൈ പുവർ മദർ ഹാഡ് നോ ചോയ്സ്. എനിക്ക് അമ്മ സൽവാർ കുർത്ത തച്ച് തന്നു. ആൻഡ് സോ സി ഐ എം എ ലവിങ് ഗേൾ. ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പ്രണയത്തിലാണെങ്കിൽ ഞാൻ മുഴുവനായിട്ട് ഡീപ്പായിട്ട് അതിലിറങ്ങും. പക്ഷെ അത് ഒരുപാട് നാള് പോയില്ല. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിലേക്ക് വന്നു. താങ്കൾ എത്രത്തോളം ലവിങ് ആണെന്ന് വെച്ചാൽ, താങ്കളുടെ അമ്മ ബോണി ഹിറ്റ്ലർ എന്നാണ് താങ്കളെ വിളിക്കുന്നത്. ഹിറ്റ്ലറാണ്. ഇപ്പോഴും എന്നെ കണ്ട പേടിക്കുന്നുണ്ട്. യു നോ മൈ മദർ ഈസ് ലിറ്റിൽ ബിറ്റ് സ്കേർഡ് ഓഫ് മീ. എന്തെന്നാൽ അവർക്കറിയാം ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ വന്ന ഉടനെ തന്നെ അത് പോകും. അതായത് എൻ്റെ ദേഷ്യത്തിന് ഒരു കൺട്രോളില്ല. ഒരു വിധത്തിൽ പറഞ്ഞതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ദേഷ്യ. പക്ഷേ ഇത്രത്തോളം ടഫായ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരുന്ന നിങ്ങൾക്ക് പ്രേതം എന്ന് വെച്ചാൽ പേടിയാണെന്ന് ഞാൻ അറിഞ്ഞു. സത്യം ഭയങ്കരമായിട്ടുണ്ട്. പ്രേതം, ഇരുട്ട്, ഒറ്റയ്ക്കിരിക്കുന്നത്, എനിക്കിതെല്ലാം ഭയങ്കര പേടിയാ കുഞ്ഞുനാള് മുതലേ. എന്റെ അമ്മയച്ഛനും കുഞ്ഞുനാള് മുതലേ ഒരുപാട് പേടിപ്പിച്ചെന്ന് തോന്നുന്നു. അതായത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചി ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു ചെറിയ കാലം. അതുപോലെ ഈ കാര്യം സത്യമാണോ? ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കരയുമെന്നും കേട്ടു. അതെ, ഒരുപാട് അലറി വിളിച്ച് കരയും ഞാൻ. അതായത് ഞാൻ 2-3 ദിവസത്തേക്ക് റൂം വിട്ട് പുറത്തേക്ക് വരാറില്ല. കാര്യം ഞങ്ങൾ തീർക്കും. പക്ഷെ 3 ദിവസത്തിന് ശേഷം നോ ടേണിംഗ് ബാക്ക്, ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. സൊല്യൂഷൻ എന്താന്ന് നോക്കി മുന്നോട്ട് പോകണം. പക്ഷേ ആ 3 ദിവസം ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടായിരിക്കും.